ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയറിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പാദ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ വന്നിരുന്ന ഒരു വർക്കാണിത്. ഈ സ്ക്രാച്ചസ് മാറുവാൻ വേണ്ടി അവർ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വലിയ മാറ്റമൊന്നുമില്ല എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ ഷോപ്പിൽ വന്ന മറ്റൊരു കസ്റ്റമർ വഴിയാണ് ഇവരെൻ്റെ അരികിലെത്തുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ കാല് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമായിരുന്നു. പിന്നെ ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. ഇവരോട് ഞാനൊരു വാക്ക് പറഞ്ഞതാണ്, ഞാൻ ചെയ്തു തരാമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നോ പറയാൻ പറ്റിയില്ല. ഇതൊരു ചെറിയ കുട്ടിയുടെ കാൽപാദമാണ്. ഈ വർക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്തെടുക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. ഈ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. ഞാൻ ഈ ചെയ്യുന്ന വർക്ക് എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കരുതിയത്. അന്നേരം ഞാൻ അതിനോട് മുഷിച്ചിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഈ വർക്ക് ഏറ്റെടുത്തത്. ഈ വർക്ക് ചെയ്യുമ്പോൾ ഈ മോളുടെ കാലിന് നീറ്റലോ മുറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. നമുക്ക് പറ്റുമെങ്കിൽ എല്ലാ മാസവും പെഡിക്യൂർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പെഡിക്യൂർ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാല് ക്ലീൻ ആകുക എന്നത് മാത്രമല്ല, അതിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിൽ ചിലരൊക്കെ പറയാറുണ്ട്, എന്തിനാണ് പാർലറിൽ പോയി പെഡിക്യൂർ ചെയ്യുന്നത്, എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്, വീട്ടിൽ തന്നെ ചെയ്യാവുന്നതല്ലേ എന്ന്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സർവീസും പാർലറിൽ ചെയ്യുന്ന സർവീസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള സർവീസ് ചെയ്തു കൊടുക്കുമ്പോൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടെ വേണം ഇത് ചെയ്തു കൊടുക്കുവാൻ. ഒരിക്കലും കസ്റ്റമറുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു അറപ്പ് തോന്നുന്ന വിധത്തിൽ ഇരിക്കരുത്. അതുപോലെ പെഡിക്യൂർ ചെയ്യാൻ പോകുന്ന വ്യക്തിയും നോർമൽ രീതിയിലെങ്കിലും കാലൊന്ന് വാഷ് ചെയ്തിട്ട് വേണം പോകുവാൻ. അത് കാണുമ്പോൾ ചെയ്തു തരുന്ന ആൾക്കും ചെറിയൊരു സന്തോഷമുണ്ടാകും. പെഡിക്യൂർ ചെയ്യുന്നതുകൊണ്ട് നിരവധിയായ ഗുണങ്ങളുണ്ട്. പാദം നന്നായിട്ട് ക്ലീൻ ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ സ്കിന്ന് വളരെ സ്മൂത്ത് ആകുന്നു. മസാജ് ചെയ്യുന്നത് മൂലം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അത് നമ്മുടെ കാലിനെ മിനുസപ്പെടുത്താൻ സഹായിക്കുന്നു. കാലിലുണ്ടാകുന്ന കുഴിനകം, വിണ്ടുകീറൽ എന്നിവയെല്ലാം മാറുന്നു. പെഡിക്യൂർ ചെയ്യുന്നത് മൂലം നമ്മുടെ കാലിൻ്റെ നഖത്തിന് ബലം വയ്ക്കുന്നു. മസാജ് കൊടുക്കുമ്പോൾ കാലിൻ്റെ വേദനകളെല്ലാം കുറയുന്നു. കാലിലെ മസിലുകളെ പോഷിപ്പിക്കുന്നതിനും കുഴിനകം, വിണ്ടുകീറൽ തുടങ്ങിയവയെ അകറ്റി നിർത്താനും ഇത് സഹായകമാവുന്നു. അതിലേറെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നു. നമ്മുടെ കാലിലെ നഖങ്ങൾ നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിൻ്റെ സൂചകമാണ്. കാലിൻ്റെ നഖം നോക്കിയാൽ മനസ്സിലാകും ആരോഗ്യമുള്ള നഖമാണോ അല്ലയോ എന്ന്. നമ്മുടെ നഖങ്ങൾ കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അവസ്ഥ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അയൺ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ, വിറ്റാമിൻ ബി, സിങ്ക്, കാൽസ്യം എന്നിവയാൽ സമ്പന്നമായ ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണക്രമം നഖങ്ങളുടെ ആരോഗ്യം നിലനിർത്തും. പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ നിർദ്ദേശിക്കുന്ന ആഫ്റ്റർ കെയർ കറക്റ്റായി ചെയ്യണം. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ് ആഫ്റ്റർ കെയർ പറഞ്ഞു കൊടുക്കുന്നത്. ആഫ്റ്റർ കെയർ ചെയ്യുമ്പോൾ കാല് കൂടുതൽ ഭംഗിയായിരിക്കും. ആഫ്റ്റർ കെയർ ചെയ്യേണ്ട രീതി: രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് തന്നെ ചെറുതായി വെളിച്ചെണ്ണ ഉപയോഗിച്ച് കാലിൽ മസാജ് ചെയ്യുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ മസാജ് ചെയ്യുന്ന ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുക. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കാല് കഴുകുക. വേണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം. ഉണങ്ങിയ ഒരു ടവൽ വെച്ച് വെള്ളം തുടച്ചു നീക്കുക. വെള്ളം നന്നായി തുടച്ചതിന് ശേഷം പെട്രോളിയം ജെല്ലിയുടെ വാസ്ലൈൻ
കാൽപാദത്തിനടിയിൽ തേച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കാലിൽ സോക്സ് ഇട്ട് കൊടുക്കുക. വാസ്ലൈൻ തുടർച്ചയായി തേച്ചാൽ വിണ്ടുകീറൽ ഒരുപാട് മാറും. വളരെ ഡ്രൈ ആയിട്ടാണ് സ്കിൻ ഇരിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യാവുന്നതാണ്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, 1 ടീസ്പൂൺ പഞ്ചസാര എടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. ഈ മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. നന്നായി വിണ്ട് കീറിയിരിക്കുന്ന കാൽപാദം ആണെങ്കിൽ പച്ച പപ്പായയുടെ ചൊന ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പച്ച പപ്പായ എടുക്കുമ്പോൾ വരുന്ന ചൊന നന്നായി വരഞ്ഞെടുത്തതിന് ശേഷം ആ ചൊന കാലിൽ തേച്ച് കൊടുക്കുക. അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ആദ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു നീറ്റൽ തോന്നും. അത് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുകയില്ല. അരമണിക്കൂറിന് ശേഷം കാല് നന്നായി ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് മാറ്റം കാണാൻ പറ്റും. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഇത് ചെയ്യുക. വിണ്ടുകീറൽ മാറുവാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. കഴിവതും നമ്മുടെ പാദം വളരെ നീറ്റാക്കി വെക്കുവാൻ ശ്രമിക്കണം. എല്ലാവരുടെയും കാല് കാണുവാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവുകയില്ല. കഴിവതും നമ്മുടെ കാൽപാദം വളരെ നീറ്റാക്കുവാൻ ശ്രമിക്കണം. ചിലരുടെ കാലുകൾ കാണുമ്പോൾ നല്ല ഷേപ്പ് ഉണ്ടാവില്ല, കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. എന്നാലും നമുക്ക് നമ്മുടെ കാല് വളരെ നീറ്റാക്കി വെക്കുവാൻ പറ്റും. ഏകദേശം ഞാൻ ചെയ്യുന്ന വർക്ക് കഴിയുവാനായി. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ കുട്ടി വളരെ ചെറുതാണെന്ന്. മറ്റുള്ളവർ കാല് ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞാലും അവൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തയില്ല. ചെറിയ കുഞ്ഞല്ലേ, അവൾ പറയാണ് എന്തിനാണ് മറ്റുള്ളവരെൻ്റെ കാലിലേക്ക് നോക്കുന്നത് എന്ന്. ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷത്തോടെ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് ഈ മോൾ എൻ്റെ അരികിലിരുന്നത്. ഇതുപോലെയുള്ള വിണ്ടുകീറൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള സർവീസ് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ കുട്ടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ചെയ്താൽ ഇത് പെട്ടെന്ന് ക്ലിയർ ആവില്ല. 3-4 തവണയെങ്കിലും ചെയ്താലേ ഇത് ക്ലിയർ ആവത്തുള്ളൂ. ഇതാണ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക.